ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ മലപ്പുറത്തെ ജില്ലാ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്ന് ലഭിക്കേണ്ട പണം വൈകുന്നതാണ് കാരണം. കാരുണ്യ ഉൾപ്പെടെയുള്ള ആരോഗ്യ ഇൻഷുറൻസിൽ നിന്ന് പണം ലഭിക്കാതായതോടെ രോഗികളും പ്രതിസന്ധിയിലാണ്. 8,24,00,000-ലധികം രൂപയാണ് തിരൂർ ജില്ലാ ആശുപത്രിക്ക് മാത്രം കിട്ടാനുള്ളത്. പെരിന്തൽമണ്ണ, നിലമ്പൂർ ജില്ലാ ആശുപത്രികളിലെ കണക്ക് പരിശോധിച്ചാൽ കോടികൾ വരും. JSSK, ആരോഗ്യകിരണം, NPCD, RBSK തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ഫണ്ടില്ലാത്തത് മൂലം പ്രവർത്തനം നിലച്ചമട്ടാണ്. NHM എന്ന് കിട്ടുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു 6 മാസം, ഏകദേശം 6 മാസത്തോളമായി നമുക്ക് ഫണ്ട് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ HMCയിലുള്ള ഫണ്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്തുന്ന രോഗികളാണ് തിരൂരിൽ കൂടുതലും ദുരിതം അനുഭവിക്കുന്നത്. ജില്ലയിൽ തിരൂർ കേന്ദ്രമാക്കി വിതരണം നടത്തുന്ന ഇവരുടെ മരുന്ന് വിതരണം പൂർത്തിയായെന്നാണ് NHM അധികൃതരുടെ വിശദീകരണം. ഡയാലിസിസ് നടത്തുന്ന രോഗികളുടെ 4ാം ബാച്ച് തിരൂരിൽ ആരംഭിക്കാനിരിക്കെ ഫണ്ടിലെ അപര്യാപ്തത പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക അധികൃതർക്കുണ്ട്. സർക്കാരിന്റെ വിശദീകരണം നമുക്ക് മറുപടി ഒന്നും തരുന്നില്ല. സാധാരണഗതിയിൽ ഒരു ഹെൽത്ത് ഏജൻസിനെയാണ് ഇത് ഏൽപ്പിക്കാറ്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഇത്രയും ഡിലേ വരുന്നത്. കാരുണ്യ പദ്ധതി വഴി സർക്കാർ പണം നൽകാത്തതിനാൽ പല ആശുപത്രികളും കാരുണ്യ ഇൻഷുറൻസ് നിർത്തലാക്കിയിട്ടുണ്ട്. ഇതോടെ ആശുപത്രിയിൽ എത്തുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഫണ്ട് വിതരണം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. 24 മലപ്പുറം.